നീ ആ വന്ന് കയറുകളെ പറഞ്ഞുവിടാൻ നോക്ക്. ഞാൻ പോകൂല. പിന്നെ ഞാൻ പോണോ? മാമൻ ചെന്ന് അവളെ കണ്ടിട്ട് അവള് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞാ മാമന് നല്ലൊരു ഉഗ്ര കഥ കിട്ടും. ഇനി നീ കൂടെ നിന്നാ നിന്റെ കഥ ഞാൻ കഴിക്കും. ഓർമ്മ വന്ന കഥ അതൊന്നും പോയി. എന്റെ പേരാക്ക എല്ലാം പറഞ്ഞോടാ. വെൽഡാനട്ടാ, ഓ ഇതേ ഒരു കഷ്ണം കേക്ക് കഴിക്കേ. എന്ത് കേക്കാ? ഇതേ ഉത്തരമോള് കൊണ്ടുവന്ന ഇന്ന് ഇവന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അയ്യോ, എനിക്ക് മധുരം കഴിക്കാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ സീതേ? ഓ, അത് സാരമില്ല. വല്ലപ്പോഴും ഇച്ചിരി മധുരം കഴിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. ലേശം കഴിച്ചേക്കാം. ലേശം മതി. മതി എത്രയും മതി. അമ്മായി ഓർമ്മയിരിക്കും. എടാ, നിനക്ക് നാണുണ്ടോടാ? ഇവിടെ പഴയ കാമുകി ഉണ്ടെന്ന് കേക്ക് ഭാര്യയുടെ മുമ്പിൽ വെച്ച് വെട്ടി വിഴുങ്ങാനായിട്ട്. കാമുകയല്ലേ പഴയത്, കേക്ക് പുതിയതല്ലേ. വലുത് ഞാൻ എടുക്കുവാണേ. രാവിലെ ടെൻഷൻ പുറത്ത് നിന്നാറ വിഴുങ്ങിപ്പോയി. ടേസ്റ്റ് അറിഞ്ഞില്ലേ? ഇപ്പൊ ടേസ്റ്റോടെ തിന്നും. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് വീണ്ടും അവളുടെ കേക്ക് സാപ്പിടുവാണോ? അയ്യോ, ഞാൻ തിന്നാൻ മേടിച്ചല്ല, മാമൻ പിടിക്കാൻ തന്ന. എന്നാ മാമ, ഇത് അമ്മാവന്റെ കേക്ക് കൊണ്ടുപോടാ. ചുമ്മാതടി, അവന് കൊതി മൂത്തിട്ടാ. നേരത്തെ തിന്നാ മതിയായില്ലാന്ന്. അമ്മായി കുടുംബം കലക്കല്ലേ. നിങ്ങൾക്ക് യാരെ മേലെ കൊതിന്ന് എനിക്ക് തെരിയോ? ദേ, ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ, ഇല്ലെങ്കിൽ മരുതകത്തിന്റെ സ്വഭാവം നിങ്ങൾ അറിയും. ഓ, എന്റെ മരുതക, അവള് കുറച്ചു നേരം അവിടെയൊക്കെ നടന്നിട്ട് അങ്ങോട്ട് പൊക്കോളും. സുഖമില്ലാത്ത കുട്ടിയല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങളാരും ഒന്നും പറയാത്തത്. സീതേ, ഓ, എത്ര ആലോചിച്ചിട്ട് ഈ കൊച്ചിനെ കൊണ്ട് പിടികിട്ടുന്നില്ല. അയ്യോ, ഇത് മരുതകം. മരതകമല്ല, ഉത്തരേ. അപ്പൊ മാമൻ ഉത്തരേനെ അറിയില്ലേ? ഇല്ല. അത് ശരി. അപ്പൊ ഞാൻ ഇത്ര നേരം പൊട്ടറ്റോ മുമ്പിലാണ് ശങ്കൂതിയത്. ഞാൻ എല്ലാ കഥ പറഞ്ഞപ്പോഴും ഒന്നും കേൾക്കണ്ടായിരുന്നല്ല. മനുഷ്യന്റെ സമയം മെനക്കെടുത്തി. ബലരാമേട്ടന് ഉത്തരേനെ അറിയാം. അവള് ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ഇവന്റെ കൂടെ കളിക്കാനായിട്ട് ഇവിടെ വരുമായിരുന്നു. കണ്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ശ്രീദേവിയോ? ശ്രീദേവിയാ? ഏത് ശ്രീദേവി? ഇപ്പൊ നീ പറഞ്ഞ ശ്രീദേവി. ഞാനൊന്ന് ചോദിക്കട്ടെ മാമ, ഞാൻ എപ്പോഴാ മാമോട് ശ്രീദേവി എന്ന് പറഞ്ഞത്? അയ്യോ, മുഖത്ത് പോയിക്കൊണ്ട് കടത്തരം പറയുന്നത് കേട്ടോ. എന്റെ പൊന്നു മരുതകം, ഈ ബലരാമേട്ടൻ നിങ്ങളെ രണ്ടുപേരെ പറ്റിക്കാനായിട്ട് തമാശ പറഞ്ഞതാ. നീ ചെല്ലാൻ നോക്ക്. കേക്ക് വേണോ? വേണ്ട. എന്നാ നീ കഴിക്ക്. മാമ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എപ്പോഴാ മാമനോട് ശ്രീദേവി എന്നുള്ള പേര് പറഞ്ഞത്? എടാ, അതേ ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്റെ കഥയിലെ കഥാപാത്രത്തിന്റെ പേരാ ശ്രീദേവി എന്ന് മാറിപ്പോയതാടാ. ഞാനിപ്പോ ശരിക്കും നാറി. തോന്നുന്നു. ശർക്കരൊട്ടിയാണോ തപ്പുന്നത്? അതിവിടെ ഉണ്ട്. നിങ്ങളാരാ? അതന്നെയല്ലേ ഞാനും ചോദിച്ചത്. നിങ്ങൾ ആരാ? ഞാൻ ജമാലി. ഞാൻ ഉത്തര കഴിക്കോളുന്നല്ല. നിങ്ങളെന്താ ഇവിടെ? എന്താ ഇവിടെ വല്ല പിരിവിനും വന്നാണോ? പിരിവിന് പോയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അടുക്കളപ്പുറത്താണോ വരണ്ടേ? ഉമ്മറത്തല്ലേ? മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ അടുക്കളപ്പുറത്താണോ വരണ്ടേ? ഉമ്മറത്തല്ലേ? അല്ല, അത് മനസ്സിലായി. താങ്കൾ ആരാണെന്ന് മനസ്സിലായില്ല. എന്നെ കണ്ടു പറഞ്ഞൂടെ ഞാൻ ഈ വീട്ടിലെ കുട്ടിയാന്ന്? ഈ വീട്ടിലെ കുട്ടിയോ? ഇതിപ്പോ ഇവിടുന്ന് കുട്ടി മുളച്ചാ? ഷൈന, 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 ഷൈന എനിക്കറിയോ? പിന്നെ ഷൈന, മാമ ഒന്ന് വേഗം വന്നേ. എന്ത് മാമ? ബലരാമേട്ടൻ എന്താ പറ്റി? അച്ഛൻ എന്ത് പറ്റാൻ? സീതച്ചിക്കാണോ? അമ്മയ്ക്കൊന്നും പറ്റിയില്ല. എന്താ പിന്നെ എന്തിനാണ് ഈ നേഴ്സ് ഇവിടെ? അതെ, ഈ നാട്ടിൽ വെള്ള സാരി ഉടുക്കുന്നവരെ മൊത്തം നേഴ്സുമാരാണോ? നിന്റെ കൂട്ടുകാരിയാണത്? എന്റെ കൂട്ടുകാരിയല്ല, ഉത്തമേട്ടന്റെ ഫ്രണ്ടാ. ഉത്തമേട്ടന്റെ ഫ്രണ്ട് ആണോ? സോറി ട്ടോ, ഒന്നും തോന്നരുത്. കണ്ടപ്പോ ചെറിയൊരു കള്ളലക്ഷണം തോന്നി. അതാരാ എന്താന്നൊക്കെ ചോദിച്ചത്. എനിക്ക് മൊത്തത്തിൽ തന്നെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം തോന്നുന്നുണ്ട്. ഉത്തരേച്ചി, ഇതെന്റെ മാമയാ. കേബിൾ ഓഫീസിലെ മാസവരെയൊക്കെ പിരിക്കാനേ മാമയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് പിരിക്കുന്നത്. അപ്പൊ പിന്നെ ഓഫീസിന്റെ പൂട്ടെടുത്ത് വെച്ച ഉടനെ പൂട്ടും. എനിക്ക് ഈ വെള്ളപ്രയോഗത്തിന്റെ വർത്താനം ഒട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ. എനിക്ക് തൊപ്പിക്കാരന്റെ വർത്താനം ഒട്ടും ഇഷ്ടാവുന്നില്ല. ഇത് ആരാണ് ഇവിടെ വന്ന് എന്നെ ചീത്ത പറയേ? അതെ, നിർത്തിക്കേ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മാമ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. ചേച്ചി കഴിച്ചോട്ടോ. മാമ ഇങ്ങോട്ട് വന്നേ, നടക്ക് പറയട്ടെ. എവിടെ പോയി? എവിടെ മോന്റെ കേക്കട്ടെ? എന്തിനാ ഷീറ്റിൽ പിടിക്കണേ? എവിടെ എവിടെ പോണോ? ചിരിക്കണോ?
എന്താ ഭയങ്കര ബഹളം? ആ അതോ ഇന്നലെ ഉത്തരേച്ചിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ ചേച്ചി വന്നിട്ടുണ്ട്. എന്തിന്? അതെ, ഉത്തമേട്ടന്റെ ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ട് ഒരു കേക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടേ അത് മുറിച്ചു. ബർത്ത്ഡേയാ? അതൊന്നും എനിക്കറിയത്തില്ല, ആണെന്നൊക്കെ അപ്പച്ചി പറയുന്നേ. എന്തായാലും സംഗതി ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ പഴയ കാമുകന്റെ ബർത്ത്ഡേ ഒക്കെ ഓർത്ത് വെച്ചിട്ട് കേക്ക് ഒക്കെ ആയിട്ട് വരുമോ? അതും ഉത്തമേട്ടന്റെ അമ്മയും ഭാര്യയും അമ്മാവനും നമ്മളൊക്കെ നിൽക്കുമ്പോ. അല്ല, എന്നിട്ട് ഉത്തമേട്ടൻ കേക്ക് കഴിച്ചോ? ഉത്തമേട്ടൻ കഴിച്ചോന്നോ? വാരി വലിച്ചാ തിന്നേ. അയ്യോ, പക്കയോ? അക്കവിടെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. മിക്കവാറേ ഒന്ന് ഉത്തമേട്ടനെ കൈ കിട്ടിയാൽ ചിരവ എടുത്ത് തലക്കടിച്ച് കൊല്ലും. ശരിക്കും അതിന് വട്ടാണോ? എനിക്കറിയാൻ പാടില്ല ചേച്ചി സത്യത്തിൽ എന്തുവാന്ന്. ഈ വീട്ടിൽ വന്നു കയറിയ പിന്നെ തലയ്ക്ക് വെളിവുള്ളതാരാ ഇല്ലാത്തതാരാ ഒന്നും എനിക്കറിയാൻ പാടില്ല. എന്റെ ഉള്ള വെളിവും കൂടി പോയി. അയ്യാ, ഭയങ്കര വെളിവായിരുന്നു. അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഞങ്ങൾക്ക് അറിയാലോ. ഹലോ ഹലോ, ഉത്തര കുമാരി. വാവ ഉറങ്ങാൻ പോവാ. ഓ ആണോ? ശരി ശരി, പിന്നെ കാണാം. എന്തിനാ വാതിലടിച്ചേ? വാവ ഉറങ്ങാൻ പോവല്ലേ? അയ്യോ, ശബ്ദം കുറച്ച് മതി, അവൻ പേടിക്കും. ഓ, എന്നെ മനസ്സിലായോ? മനസ്സിലായി, ഷാഹിന പറഞ്ഞു. അതിന് ഷാനിക്കാനെ മനസ്സിലായോ? എനിക്ക് ഉത്തരേച്ചി അറിയാലോ. അല്ല, എന്താ ബർത്ത്ഡേ പാർട്ടിക്ക് വരാന്? അത് ഈ വാവയുള്ളോണ്ടേ ഉറക്കാൻ വേണ്ടി. അച്ഛടാ വാവേ. അത്ര ഒച്ചല് വേണ്ട, പേടിക്കില്ലേ? നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നേ? ഒന്നുമില്ല. ഇല്ല, എന്തോ സംസാരിച്ചോണ്ടിരുന്നു. അത് ഉത്തരേച്ചെ പറ്റി തന്നെയാ. എന്നെ പറ്റിയോ? എന്നെ പറ്റി എന്താ സംസാരിച്ചു? അത് ഷാഹിനെ പറഞ്ഞേ. എന്താ? അതായത് ചേച്ചിയെ പോലെ ഇത്രയും തീവ്രമായിട്ട് പ്രണയിക്കുന്ന ഒരാളെ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയായിരുന്നു. എന്റെ പ്രണയത്തെ പറ്റി നിങ്ങൾ എന്തിനാ പറഞ്ഞ? അതല്ല, ഇന്നത്തെ കാലത്തെ കാമുകി ഒന്ന് തുമ്മിയ കാമുകൻ മരുന്ന് വാങ്ങിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ആവുമല്ലോ. അപ്പൊ ചേച്ചി പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയാണ് അല്ലേ കുമാരി ചേച്ചി? അതെ അതെ അതെ, ഇപ്പൊ തന്നെ ഞാനാണ് ഉത്തരേച്ചിയുടെ സ്ഥാനത്തെങ്കിലേ ഒരാഴ്ച ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കും മൂപ്പര് വരുമോന്ന്. ഇല്ലെങ്കിൽ വേറെ ആളെ നോക്കി പ്രേമിച്ച് ഞാൻ കല്യാണം കഴിച്ചു പോവും. അല്ലേടി, നീയോ? ഞാൻ ഒരാഴ്ച ഒന്നും അങ്ങനെയല്ല, ഞാൻ ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്യും. ഒരു മാസം നിൽക്കും. അതെ, പ്രണയത്തെ പറ്റി പലരും പലതും പറയും. ഒന്ന് പോയാൽ മറ്റൊന്ന്, അത് പോയാൽ വേറൊന്നൊക്കെ. പക്ഷെ എന്റെ പ്രണയം എനിക്ക് ജീവിതവും ശ്വാസവും ഒക്കെയാ. വെറുതെ അല്ല വെള്ളയിട്ട് ഇങ്ങനെ തത്വജ്ഞാനം പറയേണ്ടി വന്നു. അയ്യോ, അതിലെനിക്ക് വിഷമമൊന്നുമില്ല. ഇത് ഞാൻ തന്നെ തെരഞ്ഞെടുത്ത ജീവിതമല്ലേ. ഇതൊക്കെ വിധിയാ ചേച്ചി, വിധി, അത്രേ ഉള്ളൂ. അതെ ഷാന, ഈ വിധി നിയോഗം ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അല്ലെങ്കിലും ചേച്ചിയുടെ വിധി എന്ന് പറയുന്നത് ചേച്ചിയുടെ തീരുമാനങ്ങളാണല്ലോ. അല്ലേ അല്ലേ ആണല്ലോ. ആണെന്ന് തോന്നുന്നു. അതാണ്. അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഉത്തമേട്ടൻ അന്ന് നാട് വിട്ടു പോയില്ലായിരുന്നെങ്കിലേ ഈ കൊട്ടിലപ്പാട്ട് തറവാട്ടിൽ ആദ്യം കേറി വരേണ്ട മരുമോള് ചേച്ചിയായിരുന്നല്ലേ? അയ്യോ, ശരിയാ. ചേച്ചിക്ക് അറിയാമോ, ഈ പ്രണയ ബന്ധത്തിനൊക്കെ ഇത്രയും വില കൊടുക്കുന്ന ഒരു തറവാട് ഈ പഞ്ചായത്തിൽ വേറെ ഇല്ല. അതെന്താ അങ്ങനെ? ഇപ്പൊ അവളുടെ കാര്യം തന്നെ എടുക്ക്. ഇവളും അമ്പിളിയേട്ടനും പ്രേമിച്ച് അമ്പിളിയേട്ടൻ ടർപ്പായെ പൊതിഞ്ഞ് ഷവർമ്മ പോലെ കൊണ്ടുവന്നതാ ഇവിടെ. എന്തേ പ്രശ്നം ഉണ്ടായോ? ഇവിടെ എല്ലാരും അംഗീകരിച്ചു എന്റെ കാര്യം. അപ്പുണ്ണിയേട്ടൻ ഒരു രാത്രി കുറച്ച് കയറുമായിട്ട് വന്നു, വിളിച്ചു, ഞാൻ ഇങ്ങോട്ട് വന്നു. ഇപ്പതാ കുട്ടിയായി സുഖമായിട്ട് ഇവിടെ ജീവിക്കുകയല്ലേ. ഇനി ഇതൊക്കെ പോട്ടെ, അനന്തേട്ടന്റെ കാര്യം. അനന്തേട്ടനും ദേവികേച്ചിയും എത്രയോ നാളെ എവിടെയോ പോയി താമസിച്ച് 2 കുട്ടികളൊക്കെ ആയിട്ടാ ഇങ്ങോട്ട് വന്നത്. സുഖമായിട്ട് ഇവിടെ കയറ്റിയില്ലേ. ചേച്ചിയുടെ കാര്യത്തിൽ ഇത് എന്ത് പറ്റീന്നാ? ചേച്ചിയുടെ പ്രണയം ചേച്ചി ആരോടും പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. ആരോട്? ഉത്തമേട്ടനോട്. ഉത്തമേട്ടൻ നാട് വിട്ട് പോയില്ലേ, ബാക്കി ഇവിടെ നിക്കുന്ന ആരോടെങ്കിലും പറയണ്ടായിരുന്നേ. കഷ്ടായി പോയില്ലേ? കഷ്ടായി പോയി. എന്ത് കഷ്ടം? ഒരു കഷ്ടവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ജീവിതം എന്റെ തീരുമാനമാണ്. അപ്പൊ കണക്കായി പോയി. അതെ, നിങ്ങൾക്ക് എന്നെ അങ്ങോട്ട് പിടികിട്ടിട്ടില്ല അല്ലേ? ചേച്ചി, എനിക്ക് ചേച്ചിയെ മനസ്സിലായി. ചേച്ചി ഒരു മഞ്ഞുമലയാ. മഞ്ഞുമല? മഞ്ഞുമലല്ല, മഞ്ഞുമല. അതെന്താ? അതായത് പുറമേ കാണുമ്പോ വളരെ ചെറുതാ, എന്നാ ഈ കടലിന്റെ അടിത്തട്ടിലേക്ക് നോക്കുമ്പോഴേ അത് വലിയൊരു ഐസ്ബർഗ് ആണ്.
ശരിക്കും ആ ചേച്ചിയുടെ പ്രേമത്തിന്റെ അഗാധ തലങ്ങൾ അവള് തിരിച്ചറിഞ്ഞു. താങ്ക് യു. വെൽക്കം. താങ്ക് യു. താങ്ക് യു. ഇതെന്താ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയാൻ പാടില്ല ചേച്ചി. ഈ ഉത്തരേച്ചിയെ ഇനി കുറച്ച് സമയം കൂടെ ഇവിടെ നിന്നാലേ ഇപ്പൊ അതിന് പാതിയുള്ള അസുഖം ഇവിടെ ഉള്ള എല്ലാരും കൂടെ ചേർന്ന് മുഴുവനാക്കി കൊടുക്കും. അത്രേ ഉള്ളൂ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അയ്യടാ, നീ പോയി ഞാൻ ഉറക്കട്ടെ. പിന്നെ ആ വാതിലടക്കണേ, നല്ലോണം ചേർത്തടച്ചോ. അമ്മ എന്തെടുക്കുവാ? എന്തെടുക്കുവാന്ന്? ഞാൻ ശാലം ചായ ഇടാൻ നോക്കുമായിരുന്നു. ചായ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ പോരാ, ഞാൻ ഇട്ട് തരത്തില്ലേ? ഓ, ഒരു ചായ ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ഇട്ടോളാം. അതല്ല, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നേ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എന്ത് ചെയ്യാ, ദൈവം സമ്മതിച്ചില്ല. അതെ, ഈ ചായ ഞാൻ ഇട്ടുതരാം. വേണ്ട. ഞാൻ ഇട്ടുതരാന്നേ. വേണ്ടെന്നേ. അതെന്താ ഞാൻ ഇട്ടാല്? അല്ല, എന്നാ പിന്നെ നിന്റെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല, നീ തന്നെ ഇട്ടോ. താങ്ക് യു. മാമിയാരെ, ഇവിടെ ആരാ അടുക്കള കയറാൻ പറഞ്ഞത്? അതെ, ഞാൻ ഇങ്ങോട്ട് കേറി വന്നപ്പോ നിന്നെ മൊത്തം നോക്കിയായിരുന്നു, കണ്ടില്ല. അനുവാദം വാങ്ങിക്കാനേ. മാമിയാരെ, இந்த മൂദേവി ഇവിടെ നിറക്കി വിടും. മൂദേവി എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ നിന്നെ ശ്രീദേവി എന്ന് കൂപ്പിടാം. എന്റെ പൊന്നു മരതക, നീ ഒന്നും മിണ്ടാതിരിക്കുക. അവൾ എനിക്കൊരു ചായ ഇട്ട് തരാൻ വേണ്ടി കയറിയത്. മാമിയാർക്ക് ചായ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരില്ലേ? അമ്മയ്ക്ക് നിന്റെ ചായ വേണ്ടടി. അമ്മയോ? ആരാടി നിന്റെ അമ്മ? എന്റെ അമ്മ എന്റെ വീട്ടിലുണ്ട്. ഇതും എന്റെ അമ്മയാ, എന്റെ ഉത്തമേട്ടന്റെ അമ്മ. അമ്മയ്ക്ക് നല്ല ഉഗ്രൻ കേരള സ്റ്റൈല് ചായ ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ട, മാമിയാർക്ക് നല്ല തമിഴ്നാടൻ സ്റ്റൈല് ചായ ഞാൻ ഉണ്ടാക്കി തരാം. നല്ല അടിച്ച് പതപ്പിച്ച ചായ. അയ്യോ, 2 ചായ കൂടെ കുടിച്ചാൽ എനിക്ക് വയറിന് വല്ല അസുഖം വരും. അത് 2 പേരുടെയും ചായ എനിക്ക് വേണ്ട. പിന്നെ ഞാൻ തരുമോ? കേട്ടല്ലോ, നിന്റെ ചായ എടുത്ത് കളയും. പൊടി പ്രിയ പ്രിയ നിനക്കൊരു ഗാനം. ഓ പ്രിയ എൻ പ്രാണനിലുണരും ഗാനം. ഓ, എന്ത് നല്ല പാട്ട്. എന്നാ സ്വരമാതിരി. ഞാൻ ഓർത്ത് റേഡിയോ പാടുവാന്ന്. ശരിക്കും അല്ല, അപ്പൊ ഇഷ്ടപ്പെട്ട്. അയ്യോ, എന്റെ മക്കളുടെ മുടി എല്ലാം കൊഴിഞ്ഞു പോയല്ലോ. നേരത്തെ എന്തു മുടിയായിരുന്നു. എല്ലാം പോയല്ലേ? എല്ലാം പോയി. എന്നാ മുടി ഉണ്ടായിരുന്നു? പിന്നല്ലേ, ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. നീ വീട്ടിൽ ചെല്ലുമ്പോഴേ അമ്മയോട് പറഞ്ഞ് നല്ല കാച്ചി എണ്ണ മേടിച്ചു വെക്കണം കേട്ടോ. അത് ഞാനെന്താ എന്റെ അമ്മയോട് പറയുന്നേ? എനിക്ക് ഈ അമ്മയില്ലേ? മോള് പറഞ്ഞാ മോക്ക് വേണ്ടി അമ്മ എന്തും ചെയ്യും. ഞാൻ വിചാരിച്ചേ ഉത്തമേട്ടന്റെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും. എനിക്കോ? ഞാൻ മോളോട് ദേഷ്യപ്പെടുവൊന്നുമില്ല. അതെന്താ എന്നോട് ദേഷ്യമില്ലാത്ത? മോളോട് ദേഷ്യപ്പെടാൻ കൊള്ളത്തില്ല. അപ്പൊ എന്നോട് ഭയങ്കര സ്നേഹമല്ലേ? അയ്യോ, പിന്നെ സ്നേഹിക്കാനും കൊള്ളത്തില്ല. ഉത്തമേട്ടന്റെ അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത്? ആണല്ല, മോളാ ചുന്ദരി കുട്ടി. മുടിയൊക്കെ മാറ്റി ചുവട്ട് സുന്ദരിയായിട്ടിരിക്കും. രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എനിക്ക് ഉത്തമേട്ടന്റെ അമ്മനെ ഭയങ്കര ഇഷ്ടമാ. ആണോ? നിനക്കൊരു കാര്യം അറിയോ? എന്താ ചേച്ചി? ഉത്തമേട്ടൻ നാട് വിട്ടു പോയില്ലായിരുന്നെങ്കിലേ അമ്മയുടെ മരുമോളായിട്ട് ഞാനായിരുന്നു വരേണ്ടത്. അപ്പച്ചി, അപ്പൊ അപ്പച്ചിയുടെ പിറക്കാതെ പോയ മരുമോളല്ല ഇരിക്കുന്നേ. ആ, ഇനിയും പഴയതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ വിഷമിക്കുന്നത്?
അയ്യോ ചേച്ചി, ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഈ ജന്മത്തിൽ പോയത് പോയി. ഇനി അടുത്ത ജന്മത്തിൽ ഉത്തമേണ്ണ കിട്ടാൻ പ്രാർത്ഥിക്കും. എനിക്ക് അടുത്ത ജന്മത്തിലൊന്നും വേണ്ട, ഈ ജന്മത്തിൽ തന്നെ വേണം. ആ അല്ല ചേച്ചി എന്താ ഉദ്ദേശിച്ചേ? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. അതല്ല ചേച്ചി എന്തോ ഉദ്ദേശിച്ചു. ഞാനൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞില്ലേ? എന്താണ് വർത്താനം പറച്ചിലൊന്നും കഴിഞ്ഞില്ലേ ഇതുവരെ? അതിനൊന്നും പറഞ്ഞു തുടങ്ങിയില്ല. പണ്ടൊക്കെ അമ്മ എന്തോരം കഥകളാ പറഞ്ഞു തന്നേന്നറിയാവോ? ഇപ്പൊ എല്ലാം ഒന്ന് കൈ കിട്ടിയേ, ഇനി വേണം പറയിപ്പിച്ചെടുക്കാൻ. ആ നാത്തൂന് അങ്ങനെയാ, കഥകള് പറയാൻ തുടങ്ങിയ പിന്നെ പറഞ്ഞാലും തീരത്തില്ല. എന്നാ പിന്നെ സീതമ്മ ഇങ്ങോട്ട് ഇരിക്കും, എന്നിട്ട് സീതമ്മ പറഞ്ഞു തുടങ്ങിക്കോ. അതിന് വേറൊരു സമയത്താവട്ടെ മോളെ. അതെന്താ ഈ സമയത്തിന് കുഴപ്പം? ഇപ്പൊ നേരം കുറെ ആയില്ലേ, മോൾക്ക് വീട്ടിൽ പോണ്ടേ? അയ്യോ ഞാൻ പോകുന്നില്ല, ഇനി മുതൽ ഇതല്ലേ എന്റെ വീട്. നിന്റെ വീടോ? ഉത്തമേട്ടൻ ഇവിടെ അല്ലേ താമസിക്കുന്നേ, പിന്നെ ഞാനും ഇവിടെ അല്ലേ താമസിക്കണ്ടേ? അല്ല അപ്പൊ ചേച്ചിയുടെ വീട്ടിലാരും അന്വേഷിക്കില്ലേ? ഷാഹിന, ഷാഹിനയ്ക്കൊരു കാര്യം അറിയോ? എന്താ? പുത്തമ്പുരിക്കൽ തറവാട്ടിൽ നിന്ന് മനസ്സുകൊണ്ട് ഞാൻ എന്നേ പടിയിറങ്ങിയതാ. ഇന്ന് ശരീരം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ദേഹവും ദേഹിയൊക്കെ ഇനി ഈ കുട്ടിലപ്പാട്ട് തറവാട്ടിലായിരിക്കും. ഇന്നു മുതൽ ഞാനിവിടെ കുടിയിരിക്കാൻ പോവാ. കുടിയിരിക്കാൻ നീ ആര് ദേവിയോ? മനസ്സും ശരീരവും ഈ തറവാടിന് സമർപ്പിച്ച് എന്നെ കളിയാക്കരുത്. ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ ഉത്തമേട്ടന് വേണ്ടിയാ. അതിനുള്ള അവകാശം നിങ്ങൾ എനിക്ക് തരണം. നീ ഇതെന്തൊക്കെയാ മോളെ പറയുന്നേ? ഞാനിനി ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ലാന്ന്. പോകുന്നില്ലെന്നോ? അതെങ്ങനെ ശരിയാവുക? അതെന്താ ശരിയാവാ? ശരിയാവും. അമ്മേ നീ വന്നേ. എന്താടി? അതെ, കൂടുതൽ തർക്കിക്കാൻ നിൽക്കണ്ട, വലിയ പ്രശ്നവും. ഇതേ സംഭവം വേറെയാ. അമ്മ അകത്തിട്ട് പോയേ. അവള് പറഞ്ഞു കേട്ടില്ല. പോ. ചേച്ചി ഇരിക്കട്ടോ, ഇരിക്ക്. അപ്പച്ചി എന്ത് നാടകം കാണാൻ വന്നിരിക്കോ? ഓട്ടണീറ്റോ, ഇരിക്കട്ടോ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇത് അവസാനം ഇങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളന്ന്. അല്ല ഉത്തമേട്ടാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ഉത്തരേച്ചിക്ക് സുഖമില്ല എന്നുള്ള കാര്യം ഉത്തമേട്ട നേരത്തെ അറിയായിരുന്നോ? അതെനിക്കറിയായിരുന്നു. എന്നിട്ടും പിന്നെ എന്തിനാ പ്രേമിച്ചേ? പ്രേമോ? അയ്യോ പ്രേമൊന്നുമല്ല, അത് ഈ കുട്ടിക്കാലത്തുള്ള ചെറിയ കുട്ടിക്കൂട്ടം ഈ കാണുന്ന അത്രേ ഉള്ളൂ അല്ലേ അമ്മായി? എന്നാ ഒന്നങ്ങ് പറഞ്ഞു കൊടുക്ക്. കേട്ടോ മരതകം? എന്നാ അമ്മായി കേക്ക്. എടാ എനിക്കറിയാം. എന്നാ അമ്മയെങ്കിലും ഒന്ന് കേക്ക്. നീ പോയെടുക്ക അവിടുന്ന്. നിനക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾ അങ്ങനെ പ്രേമിച്ച് നടക്കണത്. ഇല്ല, പ്രേമിച്ചിട്ടല്ല. ഇത് നമ്മളിങ്ങനെ ഈ സ്നേഹി അതുമല്ല, ഈ കാണുമ്പോ നമ്മളിങ്ങനെ ഇങ്ങനെ കാണിക്കില്ലേ, ആ ഒരു സമയത്ത് എനിക്കൊരു കാര്യം പിടികിട്ടി. എന്ത് പിടികിട്ടി? ഇവക്ക് എല്ലാത്തിനും കുറച്ച് ഡോസ് കൂടുതലാ. എന്നുവെച്ചാ ഈ സങ്കടം വന്നു കഴിഞ്ഞാൽ അതിന്റെ അങ്ങ് അറ്റം വരെ പോകും. അതുപോലെ സന്തോഷം വന്നു കഴിഞ്ഞാലും അതിന്റെ അറ്റം വരെ പോകും. പിന്നെ പ്രേമം വന്നാലും അതും അങ്ങ് അറ്റം വരെ പോകും. പിന്നെ ദേഷ്യം വന്നാലും അതും അങ്ങ് അറ്റം വരെ പോകും. അപ്പൊ നമ്മൾ ഇവളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏത് സമയത്ത് എന്ത് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതെനിക്ക് പണ്ടേ അവള് നിന്നെ തിരക്കി ഇവിടെ വരൂലായിരുന്നോ? അപ്പോഴേ അറിയായിരുന്നു. അയ്യോ, അവള് പണ്ട് ഇവിടെ വീട്ടിൽ വരുമായിരുന്നോ? അയ്യോ പണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ ചെറുപ്പത്തിലെ ഓരോ 1.5-2 വയസ്സൊക്കെ ഉള്ളപ്പോ അല്ലേ മായി നമ്മൾ പറഞ്ഞു കൊടുക്കത്. ആണോ മാമിയാരെ? അല്ലാതെ തലയ്ക്ക് ബോധമുള്ള ആരെങ്കിലും ഇങ്ങനെ തിരക്കി വീട്ടിൽ വരുമോ? വരുമല്ലോ. പോലീസുകാരും വക്കീലന്മാരൊക്കെ ഉത്തമണ്ണെ തിരക്കി വരാറില്ലേ? അവർക്കൊക്കെ തലയ്ക്ക് ബോധമില്ലെന്ന് അപ്പച്ചി പറയുന്നേ. അതെ, മോൾ ആളില്ലാത്തപ്പോ പോസ്റ്റിൽ കയറി കോളടിക്കാൻ നോക്കുക. ബാക്കിയുള്ളവരുടെ നെഞ്ചു പോകഞ്ഞു നോക്കിയേ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവക്ക് പൈത്യമാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും അവളെ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. മനസ്സിലായോ നിങ്ങൾക്ക്? അതെ മരതകം, നീ ഇങ്ങനെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കല്ലേ.
മരതകം, നിനക്കൊരു കാര്യം അറിയാമോ? നീ മാമാ മാമാന്ന് വിളിക്കുന്ന എന്നെ നിനക്ക് കിട്ടിയതേ അവള് കാരണോ? അക്ക ദേഷ്യപ്പെടല്ലേ, ഞാൻ ചോദിക്കാം. ഉത്തമേട്ടാ, അതെങ്ങനാ? അത് ഞങ്ങളീ പ്രേമിച്ച് നടക്കുന്ന സമയത്തേ. അയ്യോ, പ്രേമൊന്നും കുട്ടിക്കാലത്ത് നമ്മൾ ഈ മുഖത്തൊക്കെ കാണുമ്പോ ഇങ്ങനെ ആയി ഇതൊക്കെ പറഞ്ഞ ആ സമയത്ത്. അപ്പൊ ഞങ്ങള് ഒരു ദിവസം അവൾ എന്നെ വിളിച്ചിട്ട് പറയാണ് നമുക്ക് ഒളിച്ചോടി പോണെന്ന്. അയ്യോ, ഞാനൊന്ന് മുഴുവിപ്പിക്കട്ടെ, അന്ന് ഞാൻ കുഞ്ഞല്ലേ അമ്മായി, എനിക്ക് പേടിയായി. അങ്ങനെ അവളെ പേടിച്ച് അന്ന് രാത്രി ഞാൻ നാട് വിട്ടുപോയി. ചെന്ന് പെട്ടത് ചെന്നൈയിൽ. എനിക്ക് തമിഴ് അറിയാമോ, എന്നാലും ഇവളെ പേടിച്ച് തിരിച്ചു വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ ജീവിച്ച്. അങ്ങനെ ഒരു ദിവസം ഈ കാണുന്ന എൻ്റെ സുന്ദരിയായ മരതകത്തെ ഞാൻ അമ്പലത്തിൻ്റെ അവിടെ വെച്ച് കാണുക. അങ്ങനെ ഞങ്ങൾ കണ്ടു, പിന്നെയും കണ്ടു, പിന്നെയും കണ്ടു. അങ്ങനെ 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 ഞങ്ങൾ ഇഷ്ടത്തിലായി. അവസാനം ഞങ്ങൾ കല്യാണവും കഴിച്ച്. അപ്പം ഒരു തരത്തിൽ പറഞ്ഞ എന്നെ ഇവൾക്ക് കിട്ടാൻ അവളല്ലേ കാരണം.